ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് കൺട്രോളേഴ്സ് നമ്മൾ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനോട് കാസ്കേഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അതിൻ്റെ ട്രാൻസിയൻറ്റ് റെസ്പോൺസ് അതുപോലെ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് ഉണ്ടല്ലോ, അത് മോഡിഫൈ ചെയ്യാനാണ് നമ്മൾ ഈ കൺട്രോളേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് യൂസ് ചെയ്യുന്നത് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനോട് കാസ്കേഡ് ചെയ്തുകൊണ്ടാണ്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺട്രോളേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് പ്രൊപ്പോർഷണൽ കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് പ്രൊഡ്യൂസസ് ആൻ ഔട്ട്പുട്ട് സിഗ്നൽ ഇ ഓഫ് ടി. അപ്പോൾ നമുക്ക് ഒരു ഔട്ട്പുട്ട് സിഗ്നൽ ഇ ഓഫ് ടി പ്രൊഡ്യൂസ് ചെയ്യും വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഇൻപുട്ട് സിഗ്നൽ ഇ ഓഫ് ടി. അതായത് ഇൻപുട്ട് സിഗ്നൽ അതായത് ഇ ഓഫ് ടി ആണ്, ആ ഇ ഓഫ് ടിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും അവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതാം? ഇ ഓഫ് ടി ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ ഓഫ് ടി എന്ന് എഴുതാം. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് പ്രൊപ്പോർഷണൽ ഗെയിൻ യൂസ് ചെയ്തിട്ടാണ്, അതായത് കെ പി. ഇ ഓഫ് ടി ഈസ് ഈക്വൽ ടു നമുക്ക് കെ പി ഇൻറ്റു ഇ ഓഫ് ടി എന്നവിടെ പറയാം. അപ്പോൾ ഈ പ്രൊപ്പോർഷണൽ കൺട്രോളറിൽ ഇ ഓഫ് ടി ഈസ് ഈക്വൽ ടു കെ പി ഇൻറ്റു ഇ ഓഫ് ടി നമ്മളവിടെ പറഞ്ഞു. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കാം. അപ്പോൾ അവിടെ എന്ത് വരും? ഇ ഓഫ് ടി എന്നുള്ള ഇ ഓഫ് എസ് ഈസ് ഈക്വൽ ടു കെ പി ഇൻറ്റു ഇ ഓഫ് എസ് നമുക്കവിടെ എഴുതാം. അപ്പോൾ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് പ്രൊപ്പോർഷണൽ കൺട്രോളർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ജി സി ഓഫ് എസ് എന്നാണ്. അപ്പോൾ ജി സി ഓഫ് എസ് ഈസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ബൈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് ആണ്. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇ ഓഫ് എസും ഇൻപുട്ട് എന്ന് പറയുന്നത് ഇ ഓഫ് എസും ആണ്. അപ്പോൾ അത് നമ്മൾ റേഷ്യോ എടുക്കുമ്പോൾ എന്തായിരിക്കും വരിക? ഇവിടെ കെ പി വരും. അതായത് കെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ഗെയിൻ. അപ്പോൾ നമ്മൾ ഈ പ്രൊപ്പോർഷണൽ കൺട്രോളർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ സ്റ്റഡി സ്റ്റേറ്റ് ട്രാക്കിംഗ് ആക്യുറസി അത് ഇംപ്രൂവ് ചെയ്യും ഈ ഒരു എന്താണ് പി കൺട്രോളർ. അതുപോലെ ഡിസ്റ്റർബൻസ് നമുക്ക് അവിടെ കളയാനായിട്ട് പറ്റും, അതായത് ഡിസ്റ്റർബൻസ് റിജക്ഷൻ. അതുപോലെ ഇംപ്രൂവ്സ് റിലേറ്റീവ് സ്റ്റെബിലിറ്റി, പിന്നെ സെൻസിറ്റിവിറ്റി ടു പാരാമെട്രിക് വേരിയേഷൻ അത് കുറയ്ക്കും. അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് പ്രൊപ്പോർഷണൽ കൺട്രോളറിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി അടുത്തത് പി ഐ കൺട്രോളർ. ഇപ്പോൾ പി ഐ കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പോർഷണൽ പ്ലസ് ഇൻ്റഗ്രൽ കൺട്രോളർ ആണ്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് ആയിരിക്കും, ആൻഡ് ഒരു പോർഷൻ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഇൻപുട്ട് ആയിരിക്കും. സോ ഇ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ ഓഫ് ടി ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ ഓഫ് ടി പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് ഇ ഓഫ് ടി ഡി. നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഉണ്ടല്ലോ, ഈ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്തു? അവിടെ കെ പി വെച്ചിട്ട് റിപ്ലേസ് ചെയ്തു. ഇ ഓഫ് ടി ഈസ് ഈക്വൽ ടു കെ പി ഇൻറ്റു ഇ ഓഫ് ടി പ്ലസ് ഇവിടെ ഇൻ്റഗ്രലിൻ്റെ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഭാഗം കെ എ വെച്ചിട്ട് റിപ്ലേസ് ചെയ്തു, കെ എ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഇ ഓഫ് ടി ഡി ടി. ഇനി നമ്മൾ രണ്ട് സൈഡിലും ലാപ്ലേസ് എടുക്കാം. ലാപ്ലേസ് എടുക്കുമ്പോൾ ഇ ഓഫ് ടീനെ ലാപ്ലേസ് എടുക്കുമ്പോൾ ഇ ഓഫ് എസ് ഈസ് ഈക്വൽ ടു കെ പി ഇൻറ്റു ഇ ഓഫ് ടീനെ ലാപ്ലേസ് എടുക്കുമ്പോൾ ഇ ഓഫ് എസ് പ്ലസ് ഇവിടെ കെ എ ഇൻ്റഗ്രലിൻ്റെ ലാപ്ലേസ് എന്ന് പറയുന്നത് 1/s ആണ്. അപ്പോൾ ഇവിടെ കെ ഐ ബൈ എസ് ഇൻറ്റു ഇ ഓഫ് ടീനെ മാറുമ്പോൾ എന്താ ഉണ്ടാവുക? ഇ ഓഫ് എസ് നമുക്കവിടെ വരും. ഇവിടെ ഇ ഓഫ് എസ് നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ കെ പി പ്ലസ് കെ എ ബൈ എസ് ഇൻറ്റു ഇ ഓഫ് എസ് എന്ന് വരും. സോ ജി സി ഓഫ് എസ്, അതായത് ഈ പി ഐ കൺട്രോളറിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇ ഓഫ് എസ് ബൈ ഇ ഓഫ് എസ് ഈസ് ഈക്വൽ ടു കെ പി പ്ലസ് കെ എ ബൈ എസ്. ഇപ്പോൾ കെ പി എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്രൊപ്പോർഷണൽ ഗെയിൻ അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റ്. കെ ഐ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഗെയിൻ. ഇപ്പോൾ പി ഐ കൺട്രോളർ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഉണ്ടല്ലോ, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാം. ഇറ്റ് റെഡ്യൂസസ് ദ സ്റ്റഡി സ്റ്റേറ്റ് എറർ. ഇനി നമുക്ക് ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞല്ലോ കെ പി പ്ലസ് കെ എ ബൈ എസ് ആണ്, അതായത് ഒരു എസ് അവിടെ ഡിനോമിനേറ്ററിൽ വന്നു അല്ലേ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്താവുക? ടൈപ്പ് നമ്പറും അതുപോലെ ഓർഡറും എന്താണ്? ഇൻക്രീസ് ആവും ബൈ 1. അപ്പോൾ അതാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്, ഇറ്റ് ഇൻക്രീസസ് ദ ടൈപ്പ് നമ്പർ ആൻഡ് ഓർഡർ ബൈ 1. ഇനി അടുത്ത കൺട്രോളർ പി ഡി കൺട്രോളർ അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ പ്ലസ് ഡെറിവേറ്റീവ് കൺട്രോൾ. ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു പോർഷൻ പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് ആയിരിക്കും ആൻഡ് ഒരു പോർഷൻ പ്രൊപ്പോർഷണൽ ടു ഡെറിവേറ്റീവ് ഓഫ് ഇൻപുട്ട് ആയിരിക്കും. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത് ഇ ഓഫ് ടി എന്ന് പറയുന്നത്, അതായത് ഔട്ട്പുട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് ഇ ഓഫ് ടി പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ഇൻപുട്ട്, അതായത് ഡി ബൈ ഡി ടി ഓഫ് ഇ ഓഫ് ടി. നമ്മൾ അതിന് ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മൾ റീപ്ലേസ് ചെയ്യണം, അതായത് ഇ ഓഫ് ടി ഈസ് ഈക്വൽ ടു കെ പി ഇൻറ്റു ഇ ഓഫ് ടി പ്ലസ് ഡെറിവേറ്റീവിൻ്റെ ഭാഗം നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് കെ ഡി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ഇ ഓഫ് ടി. അപ്പോൾ അതിൽ കെ പി എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ഗെയിൻ അല്ലെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആൻഡ് കെ ഡി എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുക? അവിടെ ലാപ്ലേസ് എടുക്കുക. ലാപ്ലേസ് എടുക്കുമ്പോൾ ഇ ഓഫ് എസ് ഈസ് ഈക്വൽ ടു കെ പി ഇൻറ്റു ഇ ഓഫ് എസ് പ്ലസ് ഈ ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസ് എടുക്കുമ്പോൾ എന്തായിരിക്കും വരിക? എസ് ഇൻറ്റു ഇ ഓഫ് എസ് ആണ് വരിക. അപ്പോൾ അവിടെ കെ ഡി ഇൻറ്റു എസ് ഇ ഓഫ് എസ് വരും.
പി ഓഫ് എസ് നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ കെ പി പ്ലസ് കെ ഡി ഇൻറ്റു എസ് ഇ ഓഫ് എസ് എന്നവിടെ വരും. അപ്പോൾ അവിടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ജി സി ഓഫ് എസ് എങ്ങനെ വരും? ഇസ് ഈക്വൽ ടു ഇ ഓഫ് എസ് ബൈ ഇ ഓഫ് എസ് ഈസ് ഈക്വൽ ടു കെ പി പ്ലസ് കെ ഡി ഇൻറ്റു എസ് എന്ന് നമുക്കവിടെ വരും. ഇതാണ് പി ഡി കൺട്രോളറിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പി ഡി കൺട്രോളർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡാമ്പിങ് ഇംപ്രൂവ് ആവും ആൻഡ് റെഡ്യൂസസ് ദ പീക്ക് ഓവർഷൂട്ട്. അപ്പം അങ്ങനെയുള്ള ആപ്ലിക്കേഷനിലേക്കാണ് നമ്മൾ എന്താണ് അവിടെ പി ഡി കൺട്രോളർ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത കൺട്രോളർ പി ഐ ഡി കൺട്രോളറാണ്. പി ഐ ഡി കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പോർഷണൽ പ്ലസ് ഇൻ്റഗ്രൽ പ്ലസ് ഡെറിവേറ്റീവ് കൺട്രോളറാണ്. അപ്പോൾ അവിടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോർഷൻ പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് ആയിരിക്കും ആൻഡ് ഒരു പോർഷൻ പ്രൊപ്പോർഷണൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഇൻപുട്ട് ആയിരിക്കും ആൻഡ് ഒരു പോർഷൻ പ്രൊപ്പോർഷണൽ ടു ഡെറിവേറ്റീവ് ഓഫ് ഇൻപുട്ട്. അപ്പോൾ നമുക്ക് ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യാണ്. അതായത് ഇ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഈ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഭാഗത്തിന് കെ പി ഇൻറ്റു ഇ ഓഫ് ടി പ്ലസ് ഇൻ്റഗ്രൽ ആയിട്ടുള്ള ഭാഗത്തിന് നമ്മൾ കെ ഇൻറ്റു ഇൻ്റഗ്രൽ ഇ ഓഫ് ടി ഡി ടി പ്ലസ് ഇവിടെ ഡെറിവേറ്റീവിൻ്റെ പോർഷൻ നമ്മളവിടെ കെ ഡി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ഇ ഓഫ് ടി. നമ്മൾ രണ്ട് സൈഡും ലാപ്ലേസ് എടുക്കുക. അപ്പോൾ ബൈ ടേക്കിംഗ് ലാപ്ലേസ് ഇ ഓഫ് എസ് ഈസ് ഈക്വൽ ടു ഇവിടെ കെ പി ഇൻറ്റു ഇ ഓഫ് എസ് പ്ലസ് ഇവിടെ ഇൻ്റഗ്രലിൻ്റെ 1/s ആണ് വരിക. അപ്പോൾ ഇവിടെ കെ ബൈ എസ് ഇൻറ്റു ഇ ഓഫ് എസ് പ്ലസ് ഇവിടെ ഡെറിവേറ്റീവിൻ്റെ ഇൻറ്റു എസ് ആണ് വരുന്നത്. അപ്പോൾ കെ ഡി എസ് ഇൻറ്റു ഇ ഓഫ് എസ് എന്ന് വരും. ഇവിടെ ഇ ഓഫ് എസ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ കെ പി പ്ലസ് കെ എ ബൈ എസ് പ്ലസ് കെ ഡി ഇൻറ്റു എസ് ഓഫ് ഇ ഓഫ് എസ് എന്നാണ് വരും. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ് വരിക? ജി സി ഓഫ് എസ് ഈസ് ഈക്വൽ ടു ഇ ഓഫ് എസ് ബൈ ഇ ഓഫ് എസ് ഈസ് ഈക്വൽ ടു കെ പി പ്ലസ് കെ എ ബൈ എസ് പ്ലസ് കെ ഡി ഇൻറ്റു എസ് നമുക്കത് വരും. ഇതാണ് പി ഐ ഡി കൺട്രോളറിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഇപ്പോൾ പി ഐ ഡി കൺട്രോളർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ആ 3 കൺട്രോൾ ആക്ഷൻ ഉണ്ടല്ലോ, അതായത് പ്രൊപ്പോർഷണൽ, ഇൻ്റഗ്രൽ ആൻഡ് ഡെറിവേറ്റീവ്, അത് മൂന്നിൻ്റെയും അഡ്വാൻറ്റേജസ് നമുക്ക് ഇവിടെ കിട്ടും. അതാണ് അവിടെ എഴുതിയിട്ടുള്ള കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് ഓൾ 3 കൺട്രോൾ ആക്ഷൻസ്. ഇനി അതോടെ സ്റ്റെബിലൈസേഴ്സ് ദ ഗെയിൻ സ്റ്റെബിലൈസ് ചെയ്യും. അതുപോലെ സ്റ്റഡി സ്റ്റേറ്റ് എററിനെ കുറയ്ക്കും. അതുപോലെ പീക്ക് ഓവർഷൂട്ടും കുറയ്ക്കും. ഇതൊക്കെയാണ് പി ഐ ഡി കൺട്രോളറിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്.